സ്പൈസസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിക്കായിട്ട് മുട്ടയും മുരിങ്ങയിലയും ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിൽ എടുത്ത് വയ്ക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 4 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെക്കാം. നമ്മൾ മുട്ടയിലേക്ക് ഡയറക്റ്റായിട്ട് ഇതെല്ലാം ചേർത്ത് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളും. ഇനി ഇതുകൂടി മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വലിയൊരു സവാള ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് മുരിങ്ങയിലയാണ്. മുരിങ്ങയില ഇതുപോലെ നമുക്ക് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിപ്പോൾ കുട്ടികൾ ഇലക്കറികളൊന്നും അധികം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളും. അപ്പോൾ അതിന് ശേഷം ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മുട്ട മുരിങ്ങയില വെച്ചിട്ടുള്ള സ്പെഷ്യൽ ഓംലേറ്റിനുള്ള ഒരു കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനൊന്ന് വെച്ച് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലൊന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പകുതി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിപ്പോൾ 2 ഓംലേറ്റ് ആയിട്ട് തയ്യാറാക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് കുരുമുളക് പൊടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊന്ന് നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓംലേറ്റ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയിരിക്കുന്നത് കൂടി ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ട മുരിങ്ങയില വെച്ചിട്ടുള്ള ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓംലേറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.